തകർന്നു കിടക്കുന്ന വെള്ളാർമല സ്കൂളിന്റെ റോഡിന് ഇരുവശവും താമസിച്ചിരുന്നവരിൽ ചിലർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് ഇന്ന് മടങ്ങിയെത്തി. ഇനി ഇവിടെ താമസം അസാധ്യമാണെന്ന് അവർക്കറിയാം. എങ്കിലും സ്കൂളിലെ അധ്യയനകാലം ഉൾപ്പെടെയുള്ള 1000 നല്ല ഓർമ്മകൾ അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ഊർജമാവുകയാണ്. അനിൽ നമ്പ്യാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മൾ 2018 പുത്തുമല ദുരന്തം ഉണ്ടായി. അന്നും ഇതുപോലെ ഞങ്ങൾ വിഭ്രാന്തിയായി അയലിലൊക്കെ ഓടി. അക്കരെ മറ്റുള്ള വണ്ടികൾ വന്നിട്ടാണ് ഞങ്ങളെ ക്യാമ്പിലേക്കൊക്കെ മാറ്റി. ഒരാഴ്ച 2 ആഴ്ച ക്യാമ്പിൽ വന്ന് വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങളൊക്കെ ഓരോരുത്തരും ഈ എസ്റ്റേറ്റ് ജോലിയും അല്ലെങ്കിൽ മറ്റുള്ള കെട്ടുപണിയൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാം 10 സെൻറ്റുള്ളവരും 5 സെൻറ്റുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെ വീടൊക്കെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോളൊക്കെ അടിച്ച് ഈ ഭാഗത്താണ്. അവരൊക്കെ അവരുടെ വീട് പോയിട്ടില്ല. എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് ഇനി അവരെ താമസിപ്പിക്കാൻ കഴിയില്ല. എല്ലാ വർഷവും ഇങ്ങനെ മാറി മാറി താമസിക്കൊണ്ടിരുന്ന സാഹചര്യമാണ് നമുക്ക്. ആദ്യം ചെറുതായിട്ട് പൊട്ടി, പിന്നെ വൻ ദുരന്തം വന്നു. ഇനി ഏത് രീതിയിൽ വരും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സേഫ്റ്റി ആയിട്ട് ഒരു വലിയ വീടോ കാര്യം ഒന്നും വേണ്ട. ഒരു കൂരയായാലും അവിടെ പിന്നെ ജീവനെ പേടിയില്ല ജീവിക്കാം, അത്രയും നമുക്ക് വേണ്ടു. വേറെ ഒന്നും വേണ്ട. ഇവിടെ കൂട്ടുകാർ, ഉറ്റവർ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ എല്ലാവരും പോയി. ഈ ഭാഗത്തുള്ളവരാരുമില്ല, മുണ്ടക്കായിലുള്ളവരാരില്ല, ആ പ്രദേശമില്ല. ഈ സ്കൂൾ ഞങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ. ഇത് മൊത്തവും പോയി. ഒരു ചെറിയൊരു പുഴയിലൂടെ ഇത്രയും ഇങ്ങനെ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് ആ ഭാഗത്തുള്ള ഹോസ്പിറ്റലുണ്ടായി. അവിടെ നിന്നുള്ള പാടികളിൽ നിന്ന് എല്ലാവരും പോയി. അപ്പോൾ ഇനിയിപ്പോൾ കുറഞ്ഞ ആൾക്കാർ ഇവിടെ ഇനി ജീവിക്കാനുള്ളൂ. അപ്പോൾ അവരെ എന്ത് ചെയ്യണം എന്നാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു എന്താ ചെയ്യാന്നറിയില്ല. എങ്ങനെയായിരുന്നു ഇവിടെ ഉള്ളവരൊക്കെ? ഒരു കുടുംബം പോലെയായിരുന്നു അല്ലേ കഴിഞ്ഞിരുന്നത്? അതായത് എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇയാളടക്കം ഞങ്ങളടക്കം ഇവിടെ ജനിച്ചു വളർന്ന. ഇവിടെ ജനിച്ചു വളർന്ന് അട്ടമല പ്രദേശം ഉണ്ടായി. ഈ പാലത്തിൻ്റെ അക്കരെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അവിടെ 1ാം ക്ലാസ് മുതൽ 4 വരെ ഉണ്ടായി. പിന്നെ 5 തൊട്ട് ഇവിടെയാണ് പിന്നെ SSLC. പിന്നെയാണ് നമ്മൾ ഈ ഹയർ സെക്കൻഡറിയും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ ജനിച്ചവരും ഇവിടെ വളർന്നവർ മാത്രമേ ഉള്ളൂ. വന്നുകൂടിയവർ ആരുമില്ല. പിന്നെ കുറഞ്ഞ ആൾക്കാർ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോഴാണ് വീണ്ടും ഈ HML സ്കൂളിൽ അധ്യാപകരായിട്ട് വന്ന ചിലരുണ്ടല്ലേ? ഉണ്ട്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഉണ്ണിസാറാണ്. ഉണ്ണിസാറ് ഇന്നലെ ഇവിടെ വന്ന് നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു. തളർന്ന് വീണ് ആകെ മൂപ്പര്. കാരണം അതായത് ഓരോ കുടുംബമായിട്ടും അത്രയും ബന്ധമുള്ള ആളാണ് ഉണ്ണിസാർ. എല്ലാ മക്കളെ പഠിപ്പിക്കാനും ഒരു ദിവസം പോയിട്ടില്ലേ വീട്ടിൽ കൊടുക്കുക, എന്താ ഇന്ന് നിങ്ങളെ മക്കൾ വരാത്തത്, അങ്ങനെ ചോദിച്ച് പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ എത്തിക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ ഇത് പൊട്ടുന്ന മൂപ്പരുണ്ടായിട്ടില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവരിവിടെ വന്ന് ചങ്ക് പൊട്ടി തളർന്ന് വീണ് ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. നമുക്ക് എന്താ പറയുക, നമ്മളെ കൂടപ്പുറപ്പ് ഈ ഒരു അട്ടമല പ്രദേശം മുണ്ടക്കായി ചോർമല ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടൗണിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കൂടുക, പരസ്പരം എല്ലാം അന്വേഷിക്കുക, മറ്റൊന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഉറ്റവരും ഉടയവരും കൂടെ പുറപ്പ് പോലെ കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാം ചേട്ടാ. ഈ സ്കൂളിലെ എത്ര കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇന്നലെ ഒരു 33 വിദ്യാർത്ഥികൾ കാണാനില്ല എന്നാണ്, മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. അവരൊക്കെ പോയതായിട്ടാണ് നമുക്കിനി കാണാൻ കഴിയുള്ളൂ. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ല അവരെ. അവരൊക്കെ പോയി എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ആ ഫസ്റ്റ് പൊട്ടുന്ന സമയത്ത് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ കുട്ടീനെ വിളിച്ച് നിങ്ങൾ സേഫ്റ്റിയാണോ എന്ന്. പക്ഷെ ആ ചോദിച്ച മക്കളെല്ലാം പോയി. അത് കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, എൻ്റെ കുട്ടിക്കിപ്പോൾ മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഈ ആംബുലൻസ് കാണുക, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ഒന്നിച്ച് പോകുന്നത് കാണുക, എനിക്ക് ഒരുപാട് വേദന എൻ്റെ കുട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ഇവിടെ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ കൗൺസിലിങ്ങിന് ഇപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കൗൺസിലിംഗ് ഉണ്ട്, കൗൺസിലിങ്ങിന് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങളെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഒന്ന് അതിജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ടൗണും ബന്ധപ്പെട്ട കടകളും, ഞങ്ങളൊക്കെ ഈ മാസം പൈസ കിട്ടുമ്പോൾ എല്ലാ കടയിലും പറ്റു വാങ്ങിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കടകൾ ഇനിയിപ്പോൾ ഉണ്ടാവുമോ, ഇനി തുറക്കുമോ, ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും ഒരു പിടുത്തല്ല. ഞങ്ങളൊക്കെ ഒരു 5 സെൻറ്റും 10 സെൻറ്റും 6 സെൻറ്റിലൊക്കെ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തല്ല.